ഹായ് നമസ്കാരം. ഞാൻ മേമലക്കാരൻ ബൈജു. നന്മ നിറഞ്ഞ മനസ്സുകാർക്കെന്നും ദുഃഖങ്ങൾ മാത്രമാണ് ബാക്കി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഈ കഴിഞ്ഞ കർണാടകത്തിൽ ശിരൂരിൽ ഗംഗാവലി പുഴയിൽ അപകടത്തിൽപ്പെട്ട അർജുൻ്റെ കുടുംബക്കാർ അവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധാരണകൾ സ്വാഭാവികം മനസ്സിലെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ അവിവേകം ഞങ്ങൾ പോലുള്ള തൊഴിലാളിക്ക് ബാധകമായിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ മുതലാളിയെ വിളിച്ച് പരസ്പരം ഇരുന്ന് സംസാരിക്കുവാൻ നിങ്ങളൊരു മനസ്സ് കാണിച്ചായിരുന്നെങ്കിൽ അതൊരു പരിഹാരം കണ്ടെത്തിയേനെ. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ കാരണം, ഈ അർജുൻ എന്ന പ്രിയ സ്നേഹിതനെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുവാൻ പള്ളികളിലും അതുപോലെ മുസ്ലിം ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും പുരോഹിതന്മാർ ഉൾപ്പെടെ ഒരേ മനസ്സോടെ ഒരേ സ്വരത്തോടെ പ്രാർത്ഥിക്കുകയും പ്രിയ ലോറി ഉടമ മനാഫ് അവർകൾ, അതേപോലെ ആ മുതലാളിയുടെ കൂടെ മുങ്ങൽ വിദഗ്ധരായിരിക്കുന്ന ഈശ്വരമാൽഫ, രഞ്ജിത്ത് ഇസ്രയേൽ, ബാക്കി അവരെ സഹായിക്കുവാനായിട്ടും ഒരേ മനസ്സോടെ പ്രതിഫലം പറ്റാതെ സ്നേഹവാത്സല്യത്താൽ അവിടെ ഓടിയെത്തിയിരിക്കുമോ അർജുനന്റെ ജഡമാണ്. വളരെ വേദനയായിരിക്കുന്ന സമയത്താണ് ആ ചിത കത്തിത്തീരുന്ന മുമ്പ് തന്നെ കെട്ടിച്ചമച്ചുള്ള ഒരു ധാർഷ്ട്യം നിങ്ങൾ കാണിക്കുമ്പോൾ, കാരണം നിങ്ങളുടെ ആരോപണങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ മുതലാളി ഇന്ന് ജനഹൃദയത്തിൽ ആരാധന പുരുഷനായി മാറിയിരിക്കുകയാണ്. അതൊരു ഭാഗം. പിന്നെയും നിങ്ങൾ വീണ്ടും ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർ ഒന്നെങ്കിൽ പാരിതോഷികം കൊണ്ടുവരുന്നു, സാമ്പത്തികം കൊണ്ടുവന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ അവർ ഷോ കാണിക്കുവാനും അല്ലെങ്കിൽ അവർ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള രീതി. അപ്പോൾ ആരുടെ ഔദാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കുകയിടയായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അർജുൻ്റെ അപകടത്തിന് മൂലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ജോലി രാജിവെക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ആ തുക നിങ്ങൾ മേടിക്കാതിരിക്കുക? മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ട് അർജുനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന, അർജുനു വേണ്ടി അധ്വാനിച്ചിരിക്കുന്ന എല്ലാവർക്കും അതൊരു വളരെ വേദനയായി മാറിയിരിക്കുകയാണ്. അപ്പം ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഈ അർജുന്റെ കുടുംബക്കാരെ പോലെയല്ല മറ്റു തൊഴിലാളികൾ. അപ്പം അതുകൊണ്ട് മാതൃകപരമായിട്ടുള്ള മനാഫ് എന്ന മുതലാളിയെ പോലെ ഒട്ടനവധി ഉടമകളുണ്ട്. ആ ഉടമകളൊക്കെ തൊഴിലാളികളെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നോ അത്തരത്തിൽ തന്നെ മുമ്പോട്ട് തന്നെ പോകണം. കാരണം എന്തറിയോ, നിരുത്സാഹപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ വന്ന് നിരുത്സാഹപ്പെടുത്തുമ്പോൾ അത് ബാധിക്കുന്നത് ഞങ്ങളെപ്പോലെ തൊഴിലാളികൾക്കാണ്. അപ്പം അതിനൊരു മാറ്റം, ഒരു വ്യതിയാനം വരുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പം തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. മനസ്സിനും നന്മ ചെയ്യുന്നവരുടെ കൂടെയും എന്നും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനും അവരെ കൂട്ടിയോജിപ്പിക്കുവാനും മേമലക്കാരൻ ബൈജു മുനാഫ് എന്ന മുതലാളിക്ക്, കാരണം ഇന്ന് മുനാഫ് എന്ന പേര് വരെ ഇന്നൊരു തെറ്റിദ്ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുവാൻ പാടില്ല. നമ്മളെല്ലാം ജാതി മത ചിന്തകൾക്ക്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, വർണ്ണ വ്യത്യാസമില്ലാതെ ഒരേ കുടുംബം പോലെ മുമ്പോട്ട് പോകുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ ശ്രദ്ധിച്ചതിൽ എല്ലാവർക്കും നന്ദി. മേമലക്കാരൻ ബൈജു പുതിയ സന്ദേശവും പുതിയ അറിവുകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.